അടുത്തത് നമ്മൾ കൺകറൻസി കൺട്രോൾ ടെക്നിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺകറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൈമൾട്ടേനിയസ് എക്സിക്യൂഷനെയാണ് കൺകറൻസി എന്ന് പറയുക. സൈമൾട്ടേനിയസ് ആയിട്ടുള്ള എക്സിക്യൂഷനെയാണ് നമ്മൾ കൺകറൻസി എന്ന് പറയുക. സൈമൾട്ടേനിയസ് എക്സിക്യൂഷനെ മാനേജ് ചെയ്യുക, അതാണ് കൺകറൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജിങ് സൈമൾട്ടേനിയസ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എ ഷെയർഡ് ഡേറ്റാബേസ്. ഷെയർഡ് ഡേറ്റാബേസിലുള്ള ട്രാൻസാക്ഷനെ സൈമൾട്ടേനിയസ് എക്സിക്യൂഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺകറൻസി യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഓൾറെഡി. ലൈക്ക് റെയിൽവേ ടിക്കറ്റിന് റിസർവേഷൻ ഒക്കെ വരുമ്പോൾ കൺകറൻസി ഇല്ലെങ്കിൽ നമുക്ക് മീൻസ് കോൺഫ്ലിക്ട്സ് വരാനുള്ള സാധ്യതകളുണ്ട്. ലൈക്ക് ATM വിത്ഡ്രോവൽ ഒക്കെ വരുമ്പോൾ. കൺകറൻസി കൺട്രോളിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേഷൻ, ലൈക്ക് ഓരോ ട്രാൻസാക്ഷനും ഐസൊലേറ്റഡ് ആയിരിക്കും. മീൻസ് T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ, T2, T3 അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ കാണും. അതിൽ ഓരോ ട്രാൻസാക്ഷനും ഐസൊലേറ്റഡ് ആയിരിക്കും. പിന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കും. ലൈക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടെ അപ്ഡേറ്റഡ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്താ? റീഡർ റൈറ്റ്, റൈറ്റർ റീഡർ, റൈറ്റർ റൈറ്റ്. ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺകറൻസി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ലോക്കിംഗ് ഉണ്ട്, ടൈം സ്റ്റാമ്പ് മെത്തേഡ് ഉണ്ട്, ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് ഉണ്ട്, മൾട്ടി വേർഷൻ ഉണ്ട്. നമ്മൾ ലോക്കിംഗ് ആണ് മെയിൻലി ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പം ലോക്കിംഗ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾ. ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കറണ്ട് ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ആ ലോക്ക് നമ്മൾ യൂസ് ചെയ്യും. ലോക്ക് ചെയ്യും, അൺലോക്ക് ചെയ്യും. ഒരു കറണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാത്രം. ആ ട്രാൻസാക്ഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് ട്രാൻസാക്ഷൻ ആണ്, ഇപ്പോൾ T1 ആണെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് അക്വയർ ചെയ്യുന്നത്. ആ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ആ ലോക്ക് നമ്മൾ അൺലോക്ക് ആകും, അല്ലെങ്കിൽ ലോക്ക് നമ്മൾ റിലീസ് ചെയ്യും. ലോക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ബൈനറി ലോക്ക് ഉണ്ട്, ഷെയർഡ് ലോക്ക് ഉണ്ട്, എക്സ്ക്ലൂസീവ് ലോക്ക് ഉണ്ട്. ബൈനറി ലോക്ക് ഉണ്ട്, ഷെയർഡ് ലോക്ക് ഉണ്ട്, എക്സ്ക്ലൂസീവ് ലോക്ക് ഉണ്ട്. ബൈനറി ലോക്ക് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഷെയർഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്ക് എക്സും, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എക്സ് യൂസ് ചെയ്താണ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യാൻ വേണ്ടി, ഡേറ്റ ഐറ്റത്തിന്റെ വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർഡ് ലോക്ക് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ഐറ്റത്തിന്റെ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർഡ് ലോക്ക് യൂസ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റീഡും റൈറ്റും ചെയ്യാൻ വേണ്ടിയാണ്. ഡേറ്റ ഐറ്റത്തിന്റെ വാല്യൂനെ റീഡും റൈറ്റും 2 ഓപ്പറേഷൻ ചെയ്യാനാണ് എക്സ്ക്ലൂസീവ് ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് നോക്കുവാണെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ ലോക്ക് ചെയ്തു, XB എന്ന് പറഞ്ഞ് നമ്മൾ ലോക്ക് ചെയ്തു. പിന്നെ നമ്മൾ അതിനെ റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ റൈറ്റ് ചെയ്തു. പിന്നെ അൺലോക്ക് ചെയ്തു. ആദ്യം ലോക്ക് ചെയ്തു, പിന്നെ അൺലോക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പറേഷനാണ് റീഡ് ചെയ്തു, B-5 ചെയ്തു. അതായത് ഇപ്പോൾ ബിയുടെ വാല്യൂ 10 ആണെങ്കിൽ -5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 തന്നെ വാല്യൂ കിട്ടും. അത് റൈറ്റ് ചെയ്തു, അൺലോക്ക് ചെയ്തു. പിന്നെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഇവിടെ റീഡും റൈറ്റും ഓപ്പറേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് എക്സ്ക്ലൂസീവ് ആണ്. ഇത് ഷെയർഡ് ലോക്കാണ്. എന്താ? റീഡ് ഓപ്പറേഷൻ മാത്രമേ വരൂ, ലോക്കും അൺലോക്കും വന്നു, റീഡ് ഓപ്പറേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഷെയർഡ് ലോക്കാണ്. ഷെയർഡ് ലോക്കിന്റെ പ്രത്യേകത എന്താണ്? ഷെയർഡ് ലോക്ക് ക്യാൻ ഹോൾഡ് എനി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിലും ഷെയർഡ് ലോക്കിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്ക്ലൂസീവ് ലോക്കിനകത്ത് ഒരു ട്രാൻസാക്ഷനെ ഒരു ടൈമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രാൻസാക്ഷനെ ഒരു ടൈമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ട്രാൻസാക്ഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിന്? എക്സ്ക്ലൂസീവിന്. ഷെയർഡ് ആകുമ്പോൾ ഇറ്റ് ക്യാൻ ഹോൾഡ് എനി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഷെയർഡ് ലോക്കിൽ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക, ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക. ബൈനറി ലോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ ലോക്കിംഗ് മെക്കാനിസം ആണ്. അതിന് 2 സ്റ്റേറ്റ് കാണും. ഏതാ? ലോക്ക്ഡ് സ്റ്റേറ്റും കാണും, അൺലോക്ക്ഡ് സ്റ്റേറ്റും കാണും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷന് ഒരു ഡേറ്റ ഐറ്റത്തിനെ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് മസ്റ്റ് അക്വയർ എ ലോക്ക് ഓൺ ഇറ്റ്. അതിന് ഒരു ലോക്ക് കാണണം. അതായത് ഫസ്റ്റ്ലി തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഇത് പറഞ്ഞപ്പോൾ കൺകറൻസി പറഞ്ഞ ആദ്യം തന്നെ ഒരു ലോക്ക് കാണും. ലൈക്ക് ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്താ? റീഡോ റൈറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു ലോക്ക് കാണും. അടുത്തെന്ന് വെച്ചാൽ ഇഫ് ദ ഡേറ്റ ഐറ്റം ഈസ് ലോക്ക്ഡ് ബൈ അനദർ ട്രാൻസാക്ഷൻ ദ കറന്റ് ട്രാൻസാക്ഷൻ മസ്റ്റ് വെയിറ്റ്. ഇപ്പം ട്രാൻസാക്ഷൻ A ആണ് ലോക്ക് ചെയ്തേക്കുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ B A കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ A അൺലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ആഫ്റ്റർ ദ ഓപ്പറേഷൻ ട്രാൻസാക്ഷൻ അൺലോക്സ് ദം.
ഓപ്പറേഷൻ കഴിയുന്തോറും ഓരോ ഐറ്റത്തെയും ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, അൺലോക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? ആദ്യം ലോക്ക് ആയിരിക്കും റീഡും റൈറ്റിന് മുമ്പ്. ഒരു ഡേറ്റ ഐറ്റം ലോക്കഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ട്രാൻസാക്ഷൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ അത് ഓൾറെഡി റിലീസ് ചെയ്യും. ഓക്കെ.